ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു വണ്ടി നോക്കി പോകാനായിട്ട്, അതായത് ഒരു സെക്കൻഡ് വണ്ടിയാണ് നോക്കി പോകണത്. എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ്. അവനൊരു മൈലേജൊക്കെ ഉള്ളൊരു വണ്ടി വേണം എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് വേണ്ടിയിട്ട് നമ്മളൊരു വണ്ടി നോക്കി പോവുകയാണ്. പോണത് നമ്മുടെ ഏരിയയിൽ തന്നെയാണ്, നമ്മുടെ ബാലരാമപുരത്ത്. ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും. നമ്മുടെ ബാലരാമപുരത്ത് സെക്കൻഡ് വണ്ടിയൊക്കെ ഡീൽ ചെയ്യുന്ന ഒത്തിരി ഡീലർഷിപ്പ് ഉണ്ട് കേട്ടോ. അതായത് കുറേ ഷോപ്പുണ്ട്, അതായത് ഒരു മാർക്കറ്റ് പോലെയാണ്. അടുങ്ങി കുറേ ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോണത്. എന്തായാലും പോണതുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി ഷോപ്പുകളുണ്ട്. അവർ സ്പോർട്സ് സെഗ്മെൻറ്റ് ബൈക്കൊന്നും അല്ല അവർ ഡീൽ ചെയ്യുന്നത്, അവർ കമ്മ്യൂണിറ്റർ ബൈക്കുകളാണ് അവർ ഡീൽ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാനായിട്ടാ. സോ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എനിക്ക് മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനും കാര്യമില്ല ലഭിക്കത്തുള്ളൂ. നമ്മളങ്ങനെ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബാലരാമപുരത്താണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കും ബാലരാമപുരത്തുള്ള ഈ സെക്കൻഡ്സ് ബൈക്കൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റ്. അവർ മാർക്കറ്റ് എന്ന് തന്നെ പറയാൻ കേട്ടോ. കാരണം അവിടെ ഒത്തിരി ഡീലർഷിപ്പൊക്കെ അവൈലബിൾ ആണ്. അതായത് ഈ സെക്കൻഡ്സ് ബൈക്കും കാറും ഒക്കെ ഡീൽ ചെയ്യുന്ന ഒത്തിരി ഡീലർഷിപ്പൊക്കെ അവിടെ അവൈലബിൾ ആണ്. വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ എൻ്റെ ആദ്യത്തെ വണ്ടി ഞാൻ എടുത്ത അവിടെ നിന്നാണ്. ഇപ്പം എടുക്കാനായിട്ടല്ല കേട്ടോ. ഇപ്പോൾ ഒരു നല്ല വണ്ടി ഉണ്ടെങ്കിൽ അവന് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഇതിൽ പോവുകയാണ്. സോ നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ട് നിങ്ങൾക്ക് അവിടുത്തെ, ഞാനിപ്പോൾ എന്തായാലും എല്ലാ ഷോപ്പിലും ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി നല്ല വണ്ടി ഉണ്ടോ നോക്കും. നിങ്ങൾക്ക് അവിടുത്തെ ഓരോ ഷോപ്പിൻ്റെ വീഡിയോ 1 by 1 ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. നമ്മൾ അവിടെ ചെന്ന് വീഡിയോ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. സോ എന്തായാലും നമുക്കിനി, ഞാൻ പറഞ്ഞു ഒരുപാട് ലേഖ അടുപ്പിക്കുന്നില്ല, എന്തായാലും നമുക്കിനി അങ്ങോട്ട് എത്തിയിട്ട് കാണാം. ഇവിടെ നിന്ന് 2-3 കിലോമീറ്റർ ഉള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. കേസ് നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അവിടെ നോക്കിയാൽ തന്നെ കാണാം. ഇവിടെ തൊട്ടങ്ങോട്ട് ഷോപ്പുകൾ തുടങ്ങിയാണ് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി സേഫായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വെച്ചിട്ട് പോവാം. ചേട്ടയില്ലേ പോരൂ. ഇവിടെ വണ്ടി കമ്മ്യൂട്ടർ ബൈക്കിൽ കുറഞ്ഞ ഒരു സെഗ്മെൻറ്റിലാതിരിക്കണം. ഒരു 30 രൂപ റേഞ്ച്. ഏത് അതാ? എത്ര അത്? ഓ, ഒരു 14 ശേഷമുള്ളതല്ലേ? ഇതാ, ഇത് മൈലേജ് എത്ര കിട്ടും? മുപ്പത്തിരണ്ടോ മോഡല്? 2017. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണെന്ന് തോന്നണം കേട്ടോ കണ്ടിട്ട്. ഈ സ്പ്ലെൻഡർ എങ്ങനെ? ഇത് 12 30? സ്പ്ലെൻഡറൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മൈലേജിൻ്റെ വണ്ടിയാണ് കേട്ടോ. പിന്നെ സ്പ്ലെൻഡർ എടുത്താൽ അത്യാവശ്യം ഫീൽഡിൽ പിടിച്ച് നിൽക്കാനും പറ്റും. കാരണം കയറി കയറുന്ന ഒരു രാജാവാണ് കേട്ടോ പണ്ടത്തേലൊന്ന്. പക്ഷെ വണ്ടി കാണാൻ ഒരു നീറ്റില്ല കേട്ടോ. ടാങ്കിൻ്റെ ഭാഗത്തൊക്കെ ഒരു വൃത്തിയില്ല. ഓ, അകത്തിരിക്കണോ? 2009 മോഡലാണ്. ഇന്നലെ കൊണ്ടുവന്നതാണ്. അത് 2009 അടുത്ത വർഷം ടെസ്റ്റ് അല്ലേ? ഇത് വേണ്ട, 2010 മോഡൽ. അതെങ്ങനെ റേറ്റ്? 24? ഓ, അതറിയാം. ബാറ്ററി കാണൂലല്ലോ. നമുക്ക് അപ്പുറത്തും കൂടെ ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ. അപ്പുറത്തും വണ്ടികൾ വലുതായിട്ടിരിക്കണമെന്ന് തോന്നണല്ലോ. ഒരു ഷൈൻ ഇരിപ്പുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതെല്ലാം ഓരോരുത്തരുടെയാണ് കേട്ടോ. അതായത് ഓരോരോ ഡീലർഷിപ്പാണ്, ഒരാളുടേതല്ല. ഷൈൻ എങ്ങനെ കേട്ടോ? അല്ല
അത് 2013 വില 20. ഇത് മൈലേജ് എത്ര കിട്ടും? 60 കിട്ടുമോ? പക്ഷെ വണ്ടി അത്യാവശ്യം നീറ്റാണ് കേട്ടോ. ഇവിടെ പൊട്ടിയിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് അടച്ചെടുക്കണം. 20 രൂപയ്ക്ക് കൊള്ളാം. ഇത് ഇൻഷുറൻസ് ഒക്കെ ഉള്ളതാ? ഇൻഷുറൻസ് ഒക്കെ ഉള്ളത് തന്നെ? ഇൻഷുറൻസ് ഒക്കെ ഉള്ളത് തന്നെ? എടുത്ത പേര് മാറി തരും അല്ലേ? ഈ 220 എങ്ങനെ വില? മോഡലാ? 2017 220 55 രൂപ. അപ്പോൾ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ വന്നാൽ കേട്ടോ. ഇത് കറക്റ്റ് ബാലരാമപുരം തെക്കേപ്പള്ളിയുടെ അടുത്തായിട്ടാണ് ഈ കടകളുള്ളത് കേട്ടോ. അതോ ആ കാണുന്നതാണ് തെക്കേപ്പള്ളി. ഇതെല്ലാം അവിടെയും കുറച്ച് കടയുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതെല്ലാം ഇറങ്ങിയതല്ല, അപ്പോൾ എല്ലാ കടയിലും ഒന്ന് കയറി ഇറങ്ങി നോക്കാം. ഏതെങ്കിലും വണ്ടി കിട്ടാതിരിക്കില്ല. ഫോട്ടോ ആക്കാം. അതൊക്കെ ഒരു 20 രൂപ 30 രൂപ റേഞ്ചിന് വണ്ടികളല്ലേ ഉണ്ടോ? ഏത് ബൈക്ക്? ബൈക്ക് ബൈക്ക് ഇതെത്ര രൂപ? ആ CD100 19. ടെസ്റ്റ് കഴിഞ്ഞതാണോ? ടെസ്റ്റ് കഴിഞ്ഞതാണോ? മെട്രിഷനിലൊക്കെ പോയതാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഈ കണ്ട വണ്ടി ഉണ്ടല്ലോ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കുകയാണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ എനിക്കിതൊന്ന് എടുത്താൽ കൊള്ളാം എന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓട്ടിച്ച് നോക്കാൻ പോവുകയാണ്. വണ്ടി നൈസാണ് കേട്ടോ. നമുക്കിനി നേരെ ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഷോപ്പിലും കൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തോടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫുള്ള് ഷോപ്പുകളാണ് കേട്ടോ. ഇതൊരു ഷോപ്പാണ്. ഇവിടെ ഫുള്ള് ഡീലേഴ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ കാറിൻ്റെ ആയാലും ബൈക്കിൻ്റെ ആയാലും. ഇത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം നിന്നിട്ട് ഫുള്ള് കാറാണ്. നമുക്ക് ഇവിടെയും കൂടെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് വണ്ടി ഒതുക്കിയിട്ട് കയറി നോക്കാം കേട്ടോ. ചത്തു കേടത്. പിന്നെ ഇവിടേക്ക് വന്നാൽ വണ്ടി ഒതുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരിക്കും. എന്തായാലും കൂടെ ഒന്ന് കയറി നോക്കാം. ചേട്ടൻ 25-30 രൂപ ബഡ്ജറ്റിലുള്ള വണ്ടി, മൈലേജ് ഉള്ള വണ്ടി, കമ്മ്യൂട്ടർ ബൈക്ക്. ഇതാ മോഡൽ ഏത്? 2013. സിമൻ്റൊക്കെ ഇട്ട് അടച്ചിരിക്കുന്നു, MCയിലൊക്കെ ഇട്ട് അടച്ചിരിക്കുന്നു. മൈലേജ് എത്ര കിട്ടും ഇത്? വില എത്ര? വേറെ ഏതുണ്ട് ബൈക്ക്? ഇതാ മോഡലാ? ടെസ്റ്റ് കഴിഞ്ഞതാ? ഈ വർഷം ടെസ്റ്റാ? ചെയ്തു തരൂ. നമുക്ക് അപ്പുറത്തും കൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ ഒരു CD ഡീലക്സും ഷൈനും ഇരിപ്പുണ്ട് കേട്ടോ. ചേട്ടൻ 25-30 രൂപ റേഞ്ചിനുള്ള വണ്ടി, മൈലേജ് ഉള്ള വണ്ടി. ഓ ആ എത്ര? സെൽഫൊക്കെ ഉള്ളതല്ലേ? ആ വിക്ടർ ആണെങ്കിലോ? വിക്ടർ അത് 2 മാസം കഴിഞ്ഞാൽ റീടെസ്റ്റ് ആണ്. വില വന്നിട്ട് 12 രൂപ. ടാക്സി ഇൻഷുറൻസ് ഒക്കെ അടച്ചിട്ടുണ്ട്. ടെസ്റ്റ് സമയമാകുമ്പോഴത്തേക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യാം. വേറെ ഇല്ലല്ലേ? സ്പ്ലെൻഡർ ഒന്നുമില്ലേ? സ്പ്ലെൻഡർ
ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ചത്തേക്കായിട്ട് ഇറങ്ങിയാണ്. ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമോ? ടെസ്റ്റ് കഴിഞ്ഞേ കൊടുക്കും. ഇത് വില എത്ര? തിങ്കളാഴ്ച കഴിഞ്ഞാൽ പറയാൻ പറ്റും. ഓ അപ്പുറം നിങ്ങളവിടെയാണോ? ചേട്ടാ ഒരു 25-30 റേഞ്ചിന് ബഡ്ജറ്റ് ആയിട്ട് കമ്മ്യൂണിറ്റർ ബൈക്ക് അതുണ്ട്. എത്ര രൂപ? 14. മൈലേജ് എങ്ങനെ അത്? ഇത് കൊള്ളാം കേട്ടോ, അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് കേട്ടോ. നീറ്റ് വണ്ടിയാണ് കേട്ടോ, സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കുറവാണ്. പ്രത്യേകിച്ച് ഈ സെഗ്മെൻറ്റ്, ഈ ഹോണ്ടയുടെ ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടികളൊക്കെ നല്ല റേറ്റ് കുറവാണ്. ഈ വണ്ടി കൊള്ളാം കേട്ടോ. അപ്പോൾ ഇത് തന്നെ നല്ല നീറ്റാണ് കേട്ടോ. ടാങ്കൊക്കെ ആയാലും ഒരു ടാങ്ക് കവറൊക്കെ അടിച്ചിട്ട് അത് ഈ ഒരു സ്ക്രാച്ചൊക്കെ അങ്ങ് അതിൽ ഹൈഡാവും. ഗൈസ് അങ്ങനെ നമുക്ക് വണ്ടി കിട്ടി. 25 രൂപ. 2014 വണ്ടി കേട്ടോ. കിലോമീറ്റർ എത്രയും 39,883 കിലോമീറ്റർ കേട്ടോ. ലാഭം, നല്ല ലാഭം. ചേട്ടാ ഫോട്ടോ എടുക്കാമോ? നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അവൻ അയച്ചു കൊടുക്കാം. ഗൈസ് നമുക്ക് വണ്ടി കിട്ടി കേട്ടോ. ഗൈസ് അങ്ങനെ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതോ ആ കാണുന്ന ഡ്രീം നിയോ അതാണ്. പറ്റുമെങ്കിൽ അത് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഒരു വ്ളോഗായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവൻ വന്നെടുത്തോണ്ടു. എന്തായാലും നമുക്കിനി അപ്പുറത്തോട്ട് ചാടി അങ്ങോട്ട് കുറേ കടയുണ്ട് കേട്ടോ, കുറേ ഷോപ്പുണ്ട് അങ്ങോട്ടൊക്കെ, ഭീകരൻ. എന്തായാലും നമുക്കിനി അങ്ങോട്ടും കൂടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാം കേട്ടോ. ഗൈസ് ഇതാണ് ഞാൻ അടുത്ത് പറഞ്ഞ ഒരു കട കേട്ടോ. ഇതാണ് കട. ഇവിടെ കണ്ടോ, ഇത് അത്യാവശ്യം വലിയ കടയാണ്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അകത്തോട്ടൊക്കെ കണ്ടോ, വലിയ കട ആയതുകൊണ്ട് തന്നെ കളക്ഷൻസൊക്കെ ഒത്തിരി ഉണ്ട്. നമുക്ക് എന്തായാലും അകത്തോട്ടൊന്ന് കയറിയിട്ട് വരാം. ഗൈസ് ഇതാ കണ്ടോ, ഒരു RX 100 ഇരിപ്പുണ്ട് കേട്ടോ. KL02 കിടില വണ്ടി. ഒരു 25-30 റേഞ്ചിൽ വണ്ടികളെല്ലാം ഉണ്ടോ? ബഡ്ജറ്റ്, അതായത് മൈലേജിന് വേണ്ടിയിട്ട്. പണ്ടത്തെ ഒരു വണ്ടി തോന്നിക്കണം കേട്ടോ. ഗൈസ് ഒരു ഡോമിനർ 250 ഇരിപ്പുണ്ട് കേട്ടോ. ഒരു പഴയ ബുള്ളറ്റ് ഇരിപ്പുണ്ട്. റൈറ്റ് സൈഡ് ഗിയർ പറഞ്ഞ ഒരു വണ്ടി കേട്ടോ. പക്ഷേ അത് ഫുൾ കസ്റ്റം ചെയ്ത് പുതിയ വണ്ടിയുടെ മോഡലാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു വണ്ടിയുടെ ഗുണം കളഞ്ഞ്. ഈ പഴയ വണ്ടി ആ ഒരു ലുക്കിൽ കീപ്പ് ചെയ്യാനാണ് എനിക്കിഷ്ടം കേട്ടോ. എനിക്കെൻ്റെ ഇഷ്ടമാണ്, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ ഇത് 250. ഇത് ഞാൻ മുമ്പ് പോണ്ടായിരുന്നു. ഇത് 170 എന്തോണ്ട് റേറ്റ്. ഇത് ലോ കിലോമീറ്ററാണ്. ഗൈസ് നമുക്കിനി എന്തായാലും ഡോമിനർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ കിലോമീറ്റർ വളരെ കുറച്ച് മാത്രമാണ്. 2893 കിലോമീറ്റർ മാത്രം ഓടിയ 2022 ഡോമിനർ 250 തിരുവനന്തപുരം രജിസ്ട്രേഷനാണ്. അതായത് KL01 രജിസ്ട്രേഷനാണ്. അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ് കേട്ടോ. നല്ല വണ്ടി എന്ന് വെച്ചാൽ നല്ല വണ്ടി തന്നെയാണ്. വെറും 2893 കിലോമീറ്റർ 2022 ഡോമിനോർ 250. വീഡിയോ കണ്ടുവരുന്നവർക്കുള്ള ചെറിയ ഓഫർ കാക്കാൻ എനിക്ക് നേരത്തെ അറിയാം, അതുകൊണ്ടാണ് കാക്ക തരണത് കേട്ടോ. വീഡിയോ കണ്ടുവരുന്നവർക്ക് ചെറിയൊരു ഓഫർ. വെറും 1,65,000 രൂപയ്ക്ക് വണ്ടി തരും കേട്ടോ. പുതിയ വണ്ടിയുടെ പ്രൈസ് അറിയാമല്ല, 2,50,000 അടുപ്പിച്ച് എന്തോ പുതിയ വണ്ടി റേറ്റ് ഉണ്ട്. പക്ഷേ 2022 വെറും 1 വർഷം മാത്രം പഴക്കമുള്ള പുതിയ ഡോമിനോർ 250 വളരെ കുറച്ച് കിലോമീറ്റർ ഓടിയ വണ്ടി 1,65,000 രൂപ കേട്ടോ. ഇതിലും വില കുറച്ചിന് കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. വന്നതിൽ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട കിടില വണ്ടിയാണ്. കിടില വണ്ടി വെച്ചാൽ വണ്ടി ഒന്ന് വാഷ് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ വണ്ടി പൊളിയാണ്. പിന്നെ 250 പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, വണ്ടി മാരകമാണ്.
അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു വരുന്നവർക്ക് 1,60,000 രൂപ ഫൈനൽ പ്രൈസാണ്. വേറെ നെഗോഷ്യബിളും കാര്യങ്ങളൊന്നുമില്ല, ഫൈനൽ പ്രൈസാണ്. ഈ പ്ലേസ് വന്നിട്ട് നമ്മുടെ ബാലരാമപുരത്ത് നിംസ് ഹോസ്പിറ്റൽ പോകുന്ന റൂട്ടാണ് കേട്ടോ. ബിസ്മി കാർ അക്സസറീസിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഷോപ്പ്. അതായത് കാറിൻ്റെ ഇതുണ്ടല്ലേ, കാറിൻ്റെ കടയും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കാറിൻ്റെ കടയൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള വണ്ടികളെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവർക്ക് 4 ഷോപ്പുണ്ട് കേട്ടോ നമ്മുടെ ഈ ബാലരാമപുരത്ത്. അതായത് 4 ഷോപ്പാണുള്ള കാറിൻ്റെയും ബൈക്കിൻ്റെയും ഒക്കെ കൂട്ടിയിട്ട് ബിസ്മി കാർ ആൻഡ് ബൈക്സ് സെക്കൻഡ് ഡീലേഴ്സ് എന്നാണ് ഇവരുടെ പേര് കേട്ടോ. എന്തായാലും ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇവിടെ ഉള്ള എല്ലാ വണ്ടികളുടെ കാക്കി 4 കടയുണ്ട് കേട്ടോ. 4 കടകളുടെ റിവ്യൂ നമുക്ക് ചെയ്യാം കേട്ടോ. സോ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് വ്യൂസ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.